തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ മോഷണം പോയതിൽ ദുരൂഹത തുടരുകയാണ്. പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ നാളെ ക്ഷേത്ര ഭരണസമിതിയുടെ അടിയന്തര യോഗം ചേരും. കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. സംസ്ഥാന ഇന്റലിജൻസ് മേധാവി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ DGP സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ കത്തിലാണ് മോഷണ വിവരങ്ങൾ. കഴിഞ്ഞ 6-7 മാസങ്ങൾക്കിടയിൽ ശ്രീകോവിലിനുള്ളിലെ വൈരനാമ ക്ഷേത്രത്തിലെ സ്വർണ്ണവിളക്ക്, 78 ഗ്രാം തൂക്കം വരുന്ന മറ്റ് സ്വർണം തുടങ്ങിയവ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ മോഷണത്തിന് കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. 2 മോഷണങ്ങളും നടന്നിരിക്കുന്നത് ഒരേ കാലയളവിലാണ്. അതേസമയം കള്ളൻ കപ്പലിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ പ്രതികരിച്ചു. ഏറ്റവും പുരാതന ക്ഷേത്രമാണ്, കോടികളുടെ സ്വത്ത് അവിടെയുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സംവിധാനം കൂടെ നമുക്ക് നോക്കണം. കാരണം ഇത് സ്വത്ത് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇനിയാണല്ലോ പണ്ട് ചൊല്ലുവാൻ കള്ളം കപ്പൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ആ ദേവൻ്റെ സ്വത്ത് ആർക്കും തൊടാൻ പാടില്ല, ഒരു സംശയമൊക്കെ കാര്യത്തില്ല. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ദേവസ്വം മന്ത്രി K. മുരളീധരനും ആഭ്യന്തരമന്ത്രിയും ക്ഷേത്രാധികാരികളിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. തുടർന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ക്ഷേത്രത്തിൽ കർശന സുരക്ഷയുണ്ടെന്നും ആർക്കും ഒന്നും കടത്താനാകില്ലെന്നും ഭരണസമിതി അവകാശപ്പെടുന്നു. കാണാതായെന്ന് പറയുന്ന വൈരനാമയും സ്വർണവും ക്ഷേത്രത്തിൽ തന്നെയുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ എക്സിക്യൂട്ടീവ് ഓഫീസറോ മറ്റ് ജനപ്രതിനിധികളോ തയ്യാറായിട്ടില്ല. വിവാദങ്ങൾക്കിടെ ക്ഷേത്ര ഭരണസമിതിയുടെ അടിയന്തര യോഗം നാളെ ചേരുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.